സേവ്ഡ് പെർമിറ്റുകളെ സംബന്ധിച്ച് വളരെ തെറ്റിദ്ധാരണജനകമായ ഒരു വാർത്തയാണ് ഇന്നലെ മെയിൻ പത്രങ്ങളെല്ലാം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഹൈക്കോടതി വിധി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് പെർമിറ്റ് പുതുക്കി കൊടുക്കാനാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി 3 മാസത്തിനുള്ളിൽ അവരെ കേട്ടതിന് ശേഷം അത് പുതുക്കി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ കൂട്ടത്തിൽ എവിടെയോ പറയുന്നുണ്ട് KSRTC അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. തർക്കമില്ലാത്ത വിഷയമാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, KSRTCക്ക് ഈ സേവ്ഡ് പെർമിറ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാർ സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവരേണ്ടി വരും. കാരണം KSRTCക്ക് സർക്കാരിൻ്റെ നിയമങ്ങളെല്ലാം ബാധകമാണ്. അതായത് 2A എന്ന് പറയുന്ന ഡെഫിനിഷനാണ് ഓർഡിനറി സർവീസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഓർഡിനറി സർവീസിൻ്റെ മാക്സിമം ലെങ്ത്ത് എന്ന് പറയുന്നത് 140 കിലോമീറ്ററാണ്. അപ്പോൾ ഈ 140 കിലോമീറ്ററിൻ്റെ മുകളിൽ ആർക്കും ഓർഡിനറി സർവീസ് ഓടിക്കാൻ പറ്റില്ല. അത് KSRTCക്ക് ഓടിക്കാൻ പറ്റില്ല, പ്രൈവറ്റിന് ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില പ്രൈവറ്റുകളെ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 241 പെർമിറ്റുകൾക്ക് മാത്രമാണ് ആ സേവ്ഡ് കാറ്റഗറി ഉള്ളത്. അവർക്ക് മാത്രമേ 140ൻ്റെ മുകളിൽ ഓർഡിനറി ചാർജിൽ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഓടിക്കാൻ KSRTCക്ക് പറ്റാത്തടത്തോളം കാലം സേവ്ഡ് പെർമിറ്റ് അപ്ലൈ ചെയ്താലും അവർക്ക് കിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിട്ടണമെന്നുണ്ടെങ്കിൽ സർക്കാർ സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കണം. ആ നോട്ടിഫിക്കേഷൻ പഴയ പോലെ ഇറക്കിയാൽ പോരാ, അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കേട്ടതിന് ശേഷമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ടേക്ക് ഓവർ പോലത്തെ ഒരു നോട്ടിഫിക്കേഷൻ ഇവർക്ക് ഇറക്കിയാൽ മാത്രമേ സേവ്ഡ് പെർമിറ്റിൽ KSRTCക്ക് അവകാശം ഉന്നയിക്കാൻ പറ്റുള്ളൂ.